സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 3 മണിക്കാണ് NHM ഓഫീസിൽ ചർച്ച നടക്കുക. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് വീണ ജോർജ് ആശമാരുമായുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമല, ദിവസങ്ങൾ 53 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മൂന്നാമത്തെ വട്ടം ഉള്ള ചർച്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവരെ ഒരു തൊഴിലാളിയായി അംഗീകരിക്കുക എന്നുള്ള കാര്യം, അതിലെത്രമാത്രം സംസ്ഥാന സർക്കാരിന് ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം, അതിൽ സംസ്ഥാന സർക്കാരിന് എത്രമാത്രം ഇടപെടാൻ വേണ്ടി കഴിയും. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ആ നിസ്സഹായാവസ്ഥയായിരുന്നു കുറേ നാളുകളായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സൂചന സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഫോർമുല സമരക്കാരുടെ കയ്യിലുമുണ്ടോ? ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ സമരം ചെയ്യുന്ന ആളുകൾക്കോ സർക്കാരിനോ കൃത്യമായ ഒരു ധാരണയും നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ഫോർമുല ഇതുവരെയും ഉരുത്തിരിഞ്ഞിട്ടില്ല. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ അനുവദിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കി കൊടുക്കാൻ കഴിയുന്നതല്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഓണററിയും 21,000 രൂപയാക്കുക, അതായത് പ്രതിദിന വേതനം എന്ന് പറയുന്നത് 232 അത് 700 ഉയർത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വേഗത്തിൽ ആരോഗ്യമന്ത്രിക്ക് മാത്രമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഈ സമരം അതിവൈകാരികമായാണ് ഓരോ ദിവസം കടന്നു പോകുന്തോറും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 53-ാം ദിവസമാണ് അനിശ്ചിതകാല രാപ്പകൽ സമരം. ഇവരുടെ നിരാഹാര സമരമാണ് എങ്കിൽ 15 ദിവസവും പിന്നിടുകയാണ്. അപ്പോൾ സമരത്തിന് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന അതേ കരുത്തൊട്ടും ചോരാതെ ആ സമരം കൊണ്ടുപോകാൻ സമരക്കാർക്ക് കഴിയുന്നുണ്ട്, സമരസമിതിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സമരത്തിന്റെ തീവ്രതയൊക്കെ കുറഞ്ഞ് സമരം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നുവെങ്കിൽ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഓരോ ദിവസവും സമരക്കാർക്ക് ലഭിക്കുന്ന പിന്തുണ കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന ഒരു അത്തരത്തിലുള്ള ചില സൂചനകളുണ്ട്. പൂർണ്ണമായും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിലും ചില ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു സെറ്റിൽമെന്റിന് സർക്കാർ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ചർച്ച നടത്തിയപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പരിഗണിക്കാം എന്നൊരു സംസ്ഥാനം പോലും ഉണ്ടായില്ല. സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെക്കപ്പെട്ടത് എന്നുള്ളതാണ് സമരസമിതിക്കാർ പറഞ്ഞത്. ഇതിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഇനി കേന്ദ്രമാണ് ചെയ്യേണ്ടത്. ആ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് അവിടെ നിന്ന് നൽകിയ വിശദീകരണം. ഇത് രണ്ടുമല്ലാതെ കേന്ദ്രമന്ത്രിയുമായുള്ള ഒരു ചർച്ച കൂടി ഇതിനിടയിൽ നടന്നുകൊണ്ട് ചില സാധ്യതകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പക്ഷേ എല്ലാ കാര്യങ്ങളും അനുവദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാധ്യത അവശേഷിക്കുന്നുമില്ലല്ലോ. അതായത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വീണ ജോർജ് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം മടങ്ങിയെത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ ആദ്യ 2 വട്ടം നിങ്ങളെ വിളിച്ചതിന് ശേഷവും നിങ്ങളെ അപമാനിച്ച് മടക്കി അയച്ചു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് കരുതുന്നത്? അല്ല, ഉണ്ടാവണമല്ലോ, സർക്കാർ അത് ചെയ്യണമല്ലോ. സർക്കാരിനോടല്ലേ നമ്മളിവിടെ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ച ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ട വിഷയമേ അല്ല. കാരണം അത് ഇൻസെന്റീവിന്റെ വിഷയമാണ്. നമ്മൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട വിഷയങ്ങളാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഡിമാൻഡായി ഉന്നയിച്ചിരിക്കുന്നത്. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടത്. അത് ഇന്നത്തോടെ ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ടോ? അവസാനിപ്പിക്കണമല്ലോ. അത്തരത്തിൽ ഒരു ഫോർമുല കൊണ്ടുവന്ന് സെറ്റിൽമെന്റ് നടത്താൻ സർക്കാർ തയ്യാറാകണം. ഇത്രയും നാളൊക്കെ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണം. ഞങ്ങൾ ശത്രുക്കളോടെന്ന പോലെ എന്തിനാണ് പെരുമാറുന്നത്? ഈ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, താഴെ തട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകളല്ലേ. അപ്പൊ ചേർത്ത് പിടിക്കല്ലേ വേണ്ടുന്ന, പറച്ചിലിൽ മാത്രമല്ല ചേർത്ത് പിടിക്കൽ, പ്രവൃത്തിയിലും കൂടി ഉണ്ടാവണം. അതായത് ഇന്നത്തെ ഈ ചർച്ചയിൽ ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച എന്നുള്ളതാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് എത്തിയാൽ ഇവർ പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും ഇവർ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് കരുതാനാവില്ല. പക്ഷേ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഈ പ്രതിദിന വേതനം ഈ 232 രൂപ എന്നത് മാറ്റി അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു സർക്കാർ എത്തിയേക്കാം. അല്ലാതെ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു തുറന്ന ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് ഇന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്.